Praise the Lord. Let's all stand in the presence of the Lord. Amen. Let's all sing a song which is very famous. I hope everybody knows this song. Yehovah enne shodhana cheyide. Let's all sing the song and clap our hands together. Amen. യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞിരിക്കുന്നു. യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിഞ്ഞിരിക്കുന്നു. എന്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിച്ചിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്ത് വഴിയെ സൂക്ഷിക്കുന്നു. എന്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിച്ചിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്ത് വഴിയെ സൂക്ഷിക്കുന്നു. എന്റെ യേശു എന്നെ നന്നായി അറിയുന്നവൻ. എന്റെ യേശു എന്നെ നന്നായി അറിയുന്നവൻ. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്നാവില്ല. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്നാവില്ല. നീ മുമ്പും പിമ്പും അടച്ചെന്നെ അന്നിൽ പൂജത്താൽ പരിപാലിക്കും. നിന്റെ ആത്മാവിനെ തിരുസന്നിധി വിട്ടിട്ടെങ്ങോട്ട് ഞാൻ പോകും. മേലെ സ്വർഗത്തിലോ പാതാളത്തിലോ നിൻ സാന്നിധ്യം. നിന്റെ ആത്മാവിനെ തിരുസന്നിധി വിട്ടിട്ടെങ്ങോട്ട് ഞാൻ പോകും. മേലെ സ്വർഗത്തിലോ പാതാളത്തിലോ നിൻ സാന്നിധ്യം. എന്റെ യേശു എന്നെ
യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവാൻ മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവാൻ മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ വിരാശനീകും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു എല്ലാ ഭയവും ഓ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം ഓ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഭയമെല്ലാം മാറും നിരാശ വിലാപം നൃത്തമായി ഓ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഓ യേശുവേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവ് മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവ് മരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തി Sing it to him. യേശുവേ വന്നു ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഓ രാജാവേ ഇനി ഞാനല്ല എന്നിൽ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ
മശിഹാനാഥൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശയും വിലാപം വൃത്തമായി തീർന്നിടുവേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം മശിഹാരാജൻ നമുക്ക് ഓ യേശുവേ വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ എഴുന്നള്ളും യേശു രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ ഓ യേശുവേ വാഴണമേ രാജാവേ നീയല്ലോ യേശുവേ വന്നു യേശുവിന്റെ നാമം യേശുവിന്റെ ശക്തി യേശുവിനെ എഴുന്നള്ളുന്നതിനാൽ ഓ hallelujah Jesus Christ oh I stood up in this place oh Rabashakoro അങ്ങനെ വിശ്വാസമുള്ളവർ ശക്തിയോടെ നമ്മുടെ കിരീടങ്ങളൊക്കെ താഴെ വെച്ചുകൊണ്ട് ആമേൻ hallelujah എല്ലാ വെച്ചുകെട്ടുകളും എല്ലാ ചിന്തകളും എല്ലാ നിരൂപണങ്ങളും ഓ എന്റെ നിരൂപണം ആളെന്നറിയുന്ന നമ്മുടെ ദൈവം ഹല്ലേലൂയ ഇവിടെ ഇറങ്ങി കടന്നു വന്നിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ളവർ ഓ അവനെ വണങ്ങി നമസ്കരിപ്പീൻ ഓ റിവലക്ഷതര വാതിലുകളെ ഓ നിങ്ങളുടെ കഥകളികളെ തുറക്കുവീൻ ഓ ഹല്ലേലൂയ മഹത്വത്തിന്റെ രാജാവ് the King of glory ഓ യേശുവിന്റെ രക്തത്താൽ ഓ King of glory ഓ hallelujah ഇവിടെ വന്നതിനാൽ ഓ ദൈവത്തെ സ്തുതിച്ചാട്ടെ റുയിഖമനന ശതരരെ അന്ദന ലഖദിര കടവ ശദരെ കോലോലോരെ കേരവ വിമനഗരം തെരെ സക്കോരക ശക്തിയോടെ ഓ റിഖനര ശദരെ രേഖോ അന്ദന രഗത്തിരെ രഗെ സിക്കോരബ ലഖേ രേഖോ റമമമ ശതോ യേശുവേ അങ്ങ് വാഴണമേ ഇനി ഞാനല്ല Lord it's not me but you Lord കർത്താവേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ hallelujah രാജാവേ Lord യേശുവേ thank you Jesus യേശുവേ വന്ന് വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്ന് വാഴണമേ ഇനി
Father in heaven, we give you all the glory, Jesus. നിന്റെ കൃപയ്ക്കായി നിസ്തുതി. Thank you, Jesus. നീ പരിശുദ്ധനാകയാൽ, നീ പരിശുദ്ധൻ, നീയെന്നും സ്തുതി. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീയെന്നും സ്തുതി. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ എന്നുമെന്നും നീ ആരാധ്യനാ. ചേർന്ന് പാടാമോ? നീ പരിശുദ്ധൻ, lift your hands up. ദൈവമേ, ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഓ, പരിശുദ്ധൻ, നീയെന്നും സ്തുതി. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീയെന്നും സ്തുതി. ദൈവമേ, നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. Thank you, Jesus. കർത്താവേ, നീ പരിശുദ്ധനാകയാൽ, നിന്റെ സ്നേഹം നീ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞതിനാൽ ഒരു നിമിഷം എല്ലാവരും ഏകാഗ്രതമാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പകരാമോ? ഇത്രയും നേരം നമ്മൾ പാട്ടുകൾ പാടുകയായിരുന്നു. I always sing this thing. I can sing songs, but I just don't know whether he likes it or not. All we need is, നമ്മുടെ പാട്ടുകൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, നമ്മുടെ സ്വരം അത്ര നല്ലതല്ലായിരിക്കാം, നമുക്ക് ടൈമിന് പാടാൻ അറിയത്തില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടാമോ? Thank you, Jesus, because he loves you, Lord. നമ്മൾ ഓരോരുത്തരെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചെറിയ കുഞ്ഞിനെ മുതൽ ഏറ്റവും മുതിർന്ന പൈതങ്ങളെ വരെ ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ കുഞ്ഞു മക്കളാണ് നമ്മൾ ഓരോരുത്തരും. Can you run to him? Oh, നിത്യ സ്നേഹത്താ എന്നെ യേശു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടു
നിത്യരക്ഷയാ സ്നേഹത്തെ Our Father in heaven, we give you all the glory and honor. Thank you for loving us more than our mother would love us, Lord. Thank you for giving your son on the cross just for me, Lord. Just for me you died on the cross, and we believe that, Lord. Thank you, Jesus, for everything that you have done in our life. Lord, thank you for giving us a blessed worship, Lord. Help us to worship you more, Lord, and dwell in your spirit. In Jesus' mighty name, and the people of God said, Amen. Hallelujah. എല്ലാവരും നമുക്ക് നന്ദിൽ നിന്നുകൊണ്ട് 15-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. Psalms 15. Let us read together. 15-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വേദപുസ്തകം എടുത്ത് ഒരുമിച്ച് നമുക്ക് വായിക്കാം. സ്തോത്രം. ചെറിയ സങ്കീർത്തനമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് 15-ാം സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. സ്തോത്രം, സ്തോത്രം. എല്ലാവരും എടുത്തു വന്ന് വിശ്വസിക്കുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകമൊക്കെ നമ്മളിരിക്കുന്ന സീറ്റിൽ വെച്ചിട്ട് കരങ്ങളെ ഉയർത്തി നാവളെ തുറന്നു ഇതുപോലെ കാലകർത്താവിനെ അല്പം കൊണ്ടൊന്ന് സ്തുതിച്ചാട്ടാ. ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഈ പട്ടണത്തിൽ ഒരുമിച്ച് കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ ദൈവം ഇങ്ങനെ അവസരം കൂടെ, ദൈവം ഒരു സാവകാശം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നല്ലോ. പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ അനവധി ആളുകൾക്ക് ഇങ്ങനെയുള്ള സമയം ലഭിക്കുവാൻ കഴിയാതെ വണ്ണം ആപത്തുകൾ, അനർത്ഥ, രോഗദുഃഖങ്ങൾ പെട്ടെന്നുള്ള സാഹചര്യം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഭാരപ്പെടുമ്പോൾ വലിയവനായ ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ഈ പട്ടണത്തിൽ കർത്താവ് ഇങ്ങനെ എത്രത്തോളം സൗകര്യങ്ങൾ കർത്താവ് തന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലെ കാലം നമ്മുടെ കണ്ണിനെ കണ്ണിൽ നിന്ന്, നമ്മുടെ കാലിലെ വീഴ്ച, നമ്മുടെ പ്രാണനെ മലർത്തുനിന്ന് പിടിപ്പിച്ച ദൈവത്തെ അല്പസമയം കൊണ്ട് സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും നാവിലെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിനെ സ്തുതിച്ചാട്ട. ഇന്നുപോലെ കാലം നാം ആരാധനയ്ക്കായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ സ്തോത്രം ഇന്നുപോലെ കാലം മഹത്വപ്പെടുത്തണം. ഇന്നുപോലെ കാലം ഹല്ലേലൂയ, കർത്താവിന്റെ മക്കൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഹല്ലേലൂയ, അനുഗ്രഹീതമായ പാട്ടുകൾ പാടി ഹല്ലേലൂയ നമുക്ക് ആരാധിപ്പാൻ കർത്താവ് കഴിഞ്ഞുവെങ്കിലും വീണ്ടും ദൈവത്തിന്റെ കരങ്ങൾ ഒന്നുകൂടെ സമർപ്പിച്ചാട്ട. ഹല്ലേലൂയ, എനിക്ക് വേണ്ടവണ്ണം ആരാധിപ്പാൻ കഴിഞ്ഞു. ഇതുപോലെ കാലം ആരാധനയിൽ കടന്നു വന്നിട്ടാ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞോ? ദൈവം നമുക്ക് ദാനമായി തന്ന മനോഹരമായ ശരീരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിഞ്ഞോ? ദൈവം നമുക്ക് 2 കാലും 2 കൈയും നല്ല വായും നല്ല സൗണ്ടും കർത്താവ് നമുക്ക് തന്നില്ലയോ? ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിപ്പാൻ വേണ്ടവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചോ? ഇതുപോലെ കാലം ആ കർത്താവിന്റെ കരങ്ങൾ ഒന്നുകൂടെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യവും ഹല്ലേലൂയ സമ്പത്തും ഒക്കെ ഉള്ളവർ എത്ര പേര് ഈ ലോകത്ത് പെട്ടെന്ന് മാറ്റപ്പെട്ടു പോയി. അനേകർക്ക് ആരാധനകൾക്ക് സൗകര്യമില്ലാതെ ഭാരപ്പെടുമ്പോൾ രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കും പോലെ കാലം നമ്മെ രക്ഷിതമായ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ അല്പസമയം കൂടെ ഒന്ന് ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ കൃപ ചെയ്യേണ്ടതായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് പകൽക്കാല കർത്താവിനെ ആരാധിക്കണം. ഈ വർഷത്തിന്റെ അവസാന മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവിനെ നമ്മെ കൊണ്ടുവന്നത് കൈയും കെട്ടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ നന്ദി കരയുള്ള ദൈവം കരം തന്നുവെങ്കിൽ, നാവ് തന്നുവെങ്കിൽ, ശരീരത്തിന് ആരോഗ്യവും ബലവും തന്നുവെങ്കിൽ കർത്താവിനെ ഇന്ന് പകൽക്കാലം പാടി ആരാധിക്കാൻ പാടും. ശബു മുമ്പോട്ട് കടന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടമേ എന്നുള്ളൊരു പാട്ട് പാടാൻ പോകുകയാണ്. കൊയറിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നമ്മെ സഹായിച്ചു. ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ നാം ദൈവത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടൽ പാട്ട് പാടി കരകളെ അടിച്ച് നമുക്ക് അല്പസമയം കൂടെ കർത്താവിനെ ആരാധിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ അമിത ബലം തരണേ, ആദിയിലെന്ന പുരാത്മാവേ അമിത ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, മഴയെ വിട്ടുമയക്കിടവേ നിൻ ജനമുണർന്നിടുവാൻ, മഴയെ വിട്ടുമയക്കിടവേ നിൻ ജനമുണർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൽ ലോകം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ഓ ലോകത്തിൽ ലോകം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ഓ ധീരതയോടു നീ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, ഹല്ലേലൂയ നീ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അഭിഷേകം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അഭിഷേകം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പുരാത്മാവേ അമിത ബലം തരണേ, ആദിയിലെന്ന പുരാത്മാവേ അമിത ബലം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, നീ വരയെ വിടുമയക്കിടവേ നിൻ ജനമുണർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ
വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവനായി പകർന്നിടുക വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവനായി പകർന്നിടുക ജീവനുള്ള പാട്ടുപാടുവാൻ സാക്ഷി ചൊല്ലുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ ജീവനുള്ള പാട്ടുപാടുക സാക്ഷി ചൊല്ലുക ദൂതറിയിപ്പാൻ ശാലേം രാജൻ വരുന്നൊരു ധ്വനി
അത്ഭുത ശക്തി യേശുവേ രക്തത്താലുണ്ട് ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ There is power, there is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Celebrate, oh celebrate, celebrate, celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. Worship it, worship it, worship it. Katavi jayate worship it, worship it, worship it. Katavi jayate avanallo, avanallo namukai cheydadu, avanallo namukai cheydadu, avanallo namukai cheydadu. Katavi jayate oh avanallo, avanallo namukai rikamana namukai cheydadu, avanallo namukai cheydadu. Katavi jayate celebrate, 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 celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. So celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate, celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. Oh, He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. He has done mighty things yet again. Avanallo namukai. He has done mighty things yet again. Celebrate the victory of the Lord. He's done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. So celebrate the victory of the Lord. Avanallo namukai cheydadu, avanallo namukai cheydadu, avanallo namukai cheydadu. കർത്താവിൻ ജയത്തെ, കർത്താവിന്റെ ജയത്തെ ഒന്ന് ഘോഷിക്കുവാൻ തയ്യാറുള്ളവർ, കർത്താവിന്റെ ജയത്തെ ഒന്ന് ഘോഷിക്കാൻ തയ്യാറുള്ളവർ, Amen. Are you ready to celebrate the victory of the Lord? Amen. കർത്താവിന്റെ ജയത്തെ ഘോഷിക്കുവാൻ തയ്യാറുള്ളവർ, Hallelujah. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? Lord, we give you all the glory and honor. Thank you, Jesus. Oh, we give you glory, Jesus. Oh, glory to God. Glory to God. Glory to God. All the earth.
പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി കർത്താവിന് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ അല്പസമയം തത്വത്തിൽ ആത്മാവിലും ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ ഹർമൺ കൂടാരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് പകലിൽ ഞങ്ങളെ കൃപ ചെയ്ത കർത്താവിന് ഇന്ന് പോൽക്കാലം നന്ദി പറയുന്നു. തുടർന്നുള്ള സുഹൃത്തുക്കൾ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. 2 3 പേരുടെ നാമത്തിൽ എവിടെ കുടിയാലും അവരുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യമുള്ളാമെന്ന് വാക്ക് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. കർത്താവ് ഈ മീറ്റിംഗിന്റെ ആദ്യയോടൊന്ന് കർത്താവ് ഭരിച്ചു നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അങ്ങേ ആത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് ഇന്നുപോലെ കാലം വലിയൊരു പുതിയ ശക്തിയോടെ പുതിയ വീട് ഞങ്ങളെ ഇന്നുപോലെ കാലം ഹല്ലേലൂയ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളെ സന്തോഷത്തോടെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി ശോസുമാർക്ക് അംഗദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദയവായി എല്ലാവരും സ്തോത്രം സ്തോത്രം. Down in my heart, down in my heart, I got the joy, 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 joy. Down in my heart, down in my heart today. I am so happy, so very happy. I've got the love of Jesus in my heart. I am so happy, so very happy. I've got the love of Jesus in my heart. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. I can do all things through Christ who gives me strength. Philippians 4 verse 30. ആമേൻ സ്തോത്രം. സങ്കീർത്തനം 40:1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളിക്കും. ആമേൻ സ്തോത്രം. Psalms 33 verses 4. For the word of the Lord is right, and all his works are done in truth. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. He said to them, go into all the world and preach the gospel to all creation. Whoever believes and is baptized will be saved. Whoever does not believe will be condemned. Mark 16 verse 15 to 16. ആമേൻ ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. I am the Lord, there is no other God. I am the only Lord. I will make you strong even though you don't know me. Isaiah 45 verse 5. The carpenter scratched a line. He marks it without a pencil. He shapes it into a plan and marks it with a compass. He shapes it into a figure of man with the beauty of a man to dwell in a house. Isaiah chapter 44 verse 13. Amen. ആമേൻ. Do not let your heart be in trouble. Believe in God. Believe also in me. John chapter 14 verses 1. ആമേൻ സ്തോത്രം സ്തോത്രം. John 3 verse 17. For God did not send Jesus to condemn the world, but the world through him may be saved. I shall not die but live and declare the words of the Lord. Psalms 118 verse 17. Psalms 118 verse 17. I shall not die but live and declare the work of the Lord. A friend loves her all time, and a brother born for adversity. Proverbs 17 verse 17. Amen. ആമേൻ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ചാട്ട് കർത്താവിന് നന്ദി പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച മെമ്മറി വേഴ്സ് പറയുവാൻ അവർ പഠിച്ച പാട്ട് പാടുവാൻ കർത്താവിന്റെ നാവുകളെ ബലപ്പെടുത്തിയല്ലോ. അവർക്ക് ബുദ്ധി ജ്ഞാനവാദം കൊടുത്തല്ലോ. കഴിഞ്ഞ ആഴ്ച എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ പല പിഞ്ചു പൈതങ്ങളൊക്കെ ലോകത്തിൻ്റെ അവസ്ഥയിലൊക്കെ ഭാരപ്പെട്ടും കർത്താവ് കൊടുത്ത ആയി സ്തോത്രം ചെയ്തു. ഇതുപോലെ കാലം അവരെ ആയുസോടെ ആരോഗ്യത്തോടെ പട്ടണത്തിൽ പരിപാലിച്ചല്ലോ. ഇവിടെ ആയിരിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നല്ലോ. കർത്താവരെല്ലാം അവിടുന്ന് സഹായിക്കണനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ വളർന്നു വരുമ്പോൾ ദൈവനാമത്തിൽ ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ നിത്യരായത്തിൽ അവകാശിതാതിരും എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കണനായി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയ പത്മശ്രീയുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പത്മശ്രീ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോൾ അങ്ങയുടെ വാക്യം പറയാൻ അവരെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവരെ ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം വിടിയിക്കണമേ. ശരീരമായി മാനസികമായി തളരാൻ അനുവദിക്കരുത്. പഠനകാര്യങ്ങളെല്ലാം അങ്ങയുടെ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. അല്ല, അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവരുടെ
കൂടെ അങ്ങയുടെ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ വഷളത്വം നിറഞ്ഞ രാജ്യത്ത് നല്ല കർത്താവേ, ദൈവവേദനകളായി വളരുവാൻ അനുഗ്രഹിക്കണമേ അപ്പ. മാതാപിതാക്കളെ മുതിർന്നവരെ അനുസരിക്കുന്ന ദൈവവേദനകളായി വളരുവാൻ അനുഗ്രഹിക്കണമേ അപ്പ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. സഭയിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരെ ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം വിടിവിക്കണമേ അപ്പ. സകല മാനവും മഹത്വം അങ്ങേക്ക് സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ, വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, നിശാപമൃത്യുവാ എൻ പാപം തീർത്തു നീ, നിശാപമൃത്യുവാ. എന്നെ ഉയർന്നെടുത്ത സ്നേഹദീപമേ, ദിവ്യ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദിവ്യ സ്നേഹദീപമേ. സ്വന്തമാക്കിയ സ്നേഹമോർfu ഞാൻ ഞാനും ജീവനാളെല്ലാം, സ്വന്തമാക്കിയ സ്നേഹമോർfu ഞാൻ ആടും ജീവനാളെല്ലാം. എന്നെ യേശുരാജനെ സർവകാലം, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണങ്ങിയോ, സ്വർഗീയനോട് എന്നെ ഇണങ്ങിയോ, ജീവമൂലമാ തൻ പുത്രനാക്കിയോ, ജീവമൂലമാ തൻ പുത്രനാക്കിയോ. നീ എൻ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും, നീ എൻ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ, സ്തുതി പാടും നന്ദിയാ. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ, സ്തുതി പാടും നന്ദിയാ. എന്നെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണക്കിയോ, സ്വർഗീയനോട് എന്നെ ഇണക്കിയോ, ജീവൻ മൂലമാ തൻ പുത്രനാക്കിയോ, തൻ ജീവൻ മൂലമാ തൻ പുത്രനാക്കിയോ. നീ എൻ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും, നീ എൻ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ, സ്തുതി പാടും നന്ദിയാ. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ, സ്തുതി പാടും നന്ദിയാ. പാടുന്നേ എന്നെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നെ യേശുരാജനെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായി പകൽവേളയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് ദാനമായി തന്ന കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം പറഞ്ഞു തരുന്നത് ദാന നിമിത്തം കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ പാർക്കുവാൻ, ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ കർത്താവെ ഞങ്ങളുടെ ചെറുതുമെല്ലാം ആവശ്യത്തുമേൽ കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് ഞങ്ങളെ വഴിയെടുത്തനായി സ്തോത്രം. ഇന്ന് പകൽവേളയിൽ ഞങ്ങൾ ഈ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യം ഭരിക്കുന്ന രാജകുടുംബത്തിനായി സ്തോത്രം. അവർ കടന്നു പോകുന്ന പ്രതിസന്ധി കർത്താവ് വിടുവിക്കണമേ. ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രിക്കായി, മറ്റ് മിനിസ്റ്റേഴ്സിനായി, കൗൺസിലേഴ്സിനായി, മേയേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ പാർത്ത ഇടങ്ങളിൽ, ഞങ്ങൾ കടന്നുപോയ ഇടങ്ങളിലെല്ലാം അങ്ങയുടെ ദൂതന്മാരെ കാവൽ തന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. ഈ വർഷത്തിന്റെ അവസാന മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഈ പട്ടണത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബന്ധിതരുള്ള പിഞ്ചു പൈതങ്ങൾക്കായി സ്തോത്രം. കർത്താവെ അവരെ എത്രത്തോളം ആയുസോടെ ആരോഗ്യത്തോടെ പരിപാലിച്ചല്ലോ.
ഞങ്ങളെ ബലഹീന സ്വരൂപർക്കായി സ്തോത്രം കർത്താവ്. തക്ക സമയത്ത് അനുഗ്രഹീതമായ വിടുതൽ കർത്താവ് കൊടുത്ത് അവരെ മാനിക്കുന്നതിനായി സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെട്ട പ്രിയപ്പെട്ട കർത്താവ് വഴികൾ വാതിൽ തുറക്കുന്നതിനായി സ്തോത്രം. അസാധ്യമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന മേഖലകളിൽ കർത്താവിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ റജിയും ഷീജയും കുഞ്ഞുങ്ങളുമായി നാട്ടിൽ കടന്നുപോയി. പ്രിയ ഷീജയുടെ പിതാവിന്റെ ഫെഡറൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ശുശ്രൂഷകളെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. പ്രിയ ഹെൻസിൽ പറഞ്ഞ് കടന്നുപോയി പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ ഇതുപോലെ കാലം കർത്താവ് പ്രിയ ജീവിക്കായി സ്തോത്രം കർത്താവെ. ആരോഗ്യത്തോടെ ബലത്തോടെ മഹത്തി കർത്താവ് മടക്കി കൊണ്ടതിനായി സ്തോത്രം. വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. പ്രിയ ബ്ലസ്സിക്കായി പ്രാർത്ഥി കർത്താവ് അനുഗ്രഹീതമായ ഒരു യാത്ര കൊടുത്ത് മടങ്ങി വരും കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. പ്രിയ ലിറ്റോയ്ക്കായി ടീനയ്ക്കായി റിബേക്കായി സ്തോത്രം. അവരെ കുടുംബമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ പട്ടണത്തിൽ പാർക്കുവാൻ ഒരുമിച്ച് കൂട്ടായി ആചരിപ്പാൻ എല്ലാ കർത്താവ് കടന്ന് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവെ കഷ്ടങ്ങൾ പ്രയാസം പ്രതികൂലങ്ങളൊക്കെ കടന്നുപോയെങ്കിലും കർത്താവ് കൈവിടാതെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നവരെ വിടുവിച്ചതിനായി സ്തോത്രം. ആ പൈതൽ കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. വീണ്ടും പൂർണ്ണമായ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കൃപ ചെയ്യണമേ. അടുത്ത ദിവസങ്ങൾ കർത്താവിന്റെ നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ കർത്താവെ. ആ തുടർന്നുള്ള യാത്രയിൽ കൂടുതൽ സഹായിക്കണമേ കർത്താവ്. ഇമ്മാനുവേലിന്റെ ചുഴകളിൽ നിന്ന് സൂക്ഷിക്കണം. അടയ്ക്കാത്തിൽ കർത്താവിന്റെ പരിപാലനം ഉണ്ടായിരിക്കണമേ. റജിയും കുടുംബവും അടുത്ത ദിവസങ്ങൾ മടങ്ങി വരുന്ന കർത്താവ് സഹായിക്കണമേ. കർത്താവ് ഡെന്നയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഹായിക്കണമേ. 17 കർത്താവ് നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. ചില നാളുകൾക്ക് ശേഷം നാട്ടിൽ കടന്നു പോകുമ്പോൾ കർത്താവെ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും മേലും കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ ജെയിംസിനായി അക്സയ്ക്കായി പൈതങ്ങൾക്കായി സ്തോത്രം. ഈ രാജ്യത്തെ കൊണ്ടുവന്ന് കുടുംബമായി അവരെ പാർപ്പിച്ചതോളം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവെ ഹല്ലേലൂയ വിഷയങ്ങളും അത് ഭാരപ്പെട്ടു കർത്താവ് കൊടുത്ത വഴികൾക്കായി സ്തോത്രം. പ്രിയ ജെയിംസിന് കർത്താവെ കഴിഞ്ഞ ദിവസം ജോലി പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. യഹോവ വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. പ്രിയ പ്രസുലിക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് കഴിഞ്ഞ വീക്കിൽ ബൾഗേറിയയിൽ ICP മീറ്റിംഗിൽ കടന്നുപോയി പങ്കെടുക്കുവാൻ സൂക്ഷിപ്പാനെല്ലാം കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ ഏബിളിനായി പ്രാർത്ഥിക്കുന്നു. ശത്രു വീഴുവാൻ തക്കണം തള്ളിയാലും നിലം പരിചാകാതെ അവിടുത്തെ ഉള്ള കയ്യിൽ വഹിച്ച കർത്താവിന്റെ വിശ്വസ്തക്കായി സ്തോത്രം. എല്ലാ ശരീര പ്രയാസം കർത്താവിത്തോളം ആശ്വാസം വിടുതൽ കൊടുത്ത് പരിപാലിച്ച ഞങ്ങളുടെ കർത്താവെ അങ്ങക്ക് നന്ദി പറയുകയാണ് കർത്താവെ. വീണ്ടും ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സൗരസമാർക്കായി ദാസമാർക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. തുടർന്ന് അവിടുന്ന് സഹായിച്ച് ഞങ്ങളുടെ മധ്യയിലായിരിക്കും ഞങ്ങളുടെ ദാസനായി സ്തോത്രം. ഇതുപോലെ കാലം ഞങ്ങൾക്ക് ആവശ്യമായ ജീവിതത്തിൽ വചനം ലഭിക്കാൻ കർത്താവ് കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വ്യക്തിപരമായി സംസാരിക്കണമേ. ഇതുപോലെ കാലം അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ആഗ്രഹം ഉണ്ടായിട്ട് കടന്നുവരാൻ കഴിയാതെ ജോലിയിലോ മറ്റേതെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾപ്പെട്ട് ഭവനത്തിലോ മറ്റുള്ളവരായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിപൂർണമായ സൗഖ്യമാശ്വാസം കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുത്ത് കർത്താവ് ആരാധനയ്ക്കായി ദിവസം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കാലം ആരാധന കടന്നു വന്ന് ഈ ലോക കർത്താവ് പട്ടണത്തിൽ ജോലിയോ കർത്താവ് കൃപ ചെയ്തു ലഭിച്ച ഭൗതിക നന്മയിൽ നിന്ന് കർത്താവ് ഈ പട്ടണത്തിൽ കർത്താവ് ഈ ഹാലിലെ വിലയുള്ള ബന്ധത്തിൽ ഇപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി കർത്താവെ കരുതിട്ടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൗസ്മാരെ ഞങ്ങളുടെ ആത്മാരെ എല്ലാം കർത്താവെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇത് കർത്താവെ ഈ പട്ടണത്തിൽ പ്രവർത്തന ദേവദാസന്മാർക്ക് അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തതും കടഭാരങ്ങളോ ഞെരുക്കങ്ങളോ കൊണ്ട് ആർക്കും കരുതിട്ടാൻ കഴിയാതെ പോയെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങൾ വിശാലത കൊടുത്ത് അവിടുത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. വീണ്ടും പ്രാവശ്യം കൊണ്ട് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ വെമ്പിളി നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം. അവിടെയും കൃപ പറഞ്ഞതിനായി സ്തോത്രം. ഇന്ന് വൈകുന്നേരത്തെ ആരാധന ഞങ്ങളുടെ സാന്നിധ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സഭ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹീതമായി പകലിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ 2 ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പല ദൈവദാസന്മാരെ വിളിക്കണമെന്ന് എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ ഞാനിങ്ങനെ ഹൃദയത്തിൽ താല്പര്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രിയ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനെ പറ്റി കേൾക്കുവാനും അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിയുവാനും മീറ്റിംഗിലേക്ക് ക്ഷണിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ നമ്മുടെ മധ്യ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും കർത്താവിന്റെ ദാസം ബലപ്പെടുത്തി. സ്തോത്രം. തുടർന്നും ഇന്ന് പകലിലും കർത്താവ് നമ്മോട് സംസാരിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്പം കൊണ്ട് അധികം കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവ് ഹാലലിയ വീണ്ടും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ദിവസങ്ങളിലെ മീറ്റിംഗുകൾ. ഹാലലിയ തുടർന്നും കർത്താവ് സഹായിക്കട്ടെ. ദൈവമായാൽ അടുത്ത ഒരാഴ്ചയും കൂടെ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. ശനിയാഴ്ച നാളെ തിങ്കളാഴ്ച വൈകിട്ട് വെമ്പിളിൽ വെച്ചായിരിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് പ്രിയ പാസ്റ്റർ KK രഞ്ജിത്ത് ഹാറ്റ്ഫീൽഡ് മീറ്റിംഗിൽ ഉണ്ടായിരിക്കും. ബുധനാഴ്ച വൈകിട്ട് ഹാലലിയ സ്തോത്രം പോട്ടേഴ്സ് ബാറിൽ പ്രിയ ജെറിൻ ജസ്റ്റിയുടെ ഭവനത്തിലായിരിക്കും. വ്യാഴാഴ്ച വൈകിട്ട് പ്രിയ റോജി ശില്പയുടെ ഭവനത്തിലായിരിക്കും. വെള്ളിയാഴ്ച വെമ്പിളിയിലായിരിക്കും. ശനിയാഴ്ച രാവിലെ പ്രിയ എൽദോയുടെ ഭവനത്തിലായിരിക്കും രാവിലത്തെ പ്രാർത്ഥന. വൈകിട്ട് പ്രിയ ജെയിംസ് എബിൻ താമസിക്കുന്ന ഭവനത്തിലായിരിക്കും. അടുത്ത സൺഡേയിൽ ഒരുമിച്ചുള്ള കമ്പൈൻ വർഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളെ മീറ്റിംഗിൽ വളരെ പ്രാർത്ഥനയോടെ കടന്നുവന്ന് പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നു ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇതുപോലെ കാല പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വെള്ളത്തിന് മീതെ പരിവർത്തന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിങ്ങുകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിയാത്ത മേഖലകളിൽ ഇന്ന് പകലിൽ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം അതിന് മധ്യത്തിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പോലെ കാലം ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവവചന ശുശ്രൂഷയിൽ വളരെ ഹല്ലേലൂയ സ്തോത്രം
ആ സ്തോത്രം അനുസരണത്തോടെ ഭയഭക്തിയോടെ ഹാലലിയ സ്തോത്രം വിറയലോടെ ദിവസം ഇരുന്നാൽ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. നമ്മുടെ അവസ്ഥകളെ കണ്ട് പ്രവർത്തിക്കും. കർത്താവിന്റെ ദാസന് ഇന്ന് പൽക്കാലം സൂചിപ്പാനുള്ള സാവകാശമുണ്ട്. സ്തോത്രം കഴിഞ്ഞ 2 മാസത്തോളം ഈ രാജ്യത്തായിരിക്കും കടന്നു ചെയ്തു. നാളെ രാവിലെ അദ്ദേഹം ഈ രാജ്യത്ത് വീണ്ടും നാട്ടിൽ കടന്നു പോകുകയാണ്. കർത്താവിന്റെ ദാസനെ കർത്താവത്തോളം സഹായിച്ചല്ലോ. സാക്ഷ്യങ്ങൾ ശുശ്രൂഷകളൊക്കെ ഒത്തിരി പറയുവാനുണ്ടെങ്കിലും ഒത്തിരി സാവകാശം ഇന്ന് സമയം കുറവാണല്ലോ. അതുകൊണ്ട് ആരാധന കഴിഞ്ഞിട്ട് പെട്ടെന്ന് കർത്താവിന്റെ ദാസന് കടന്നു പോകണം. അതുകൊണ്ട് തക്ക സമയത്ത് തന്നെ മീറ്റിംഗ് നിർത്തുന്നതായിരിക്കും. ചുരുങ്ങിയ സമയമുള്ളെങ്കിലും കർത്താവിന്റെ വചനത്തിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ദൈവ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വീകരിക്കാം. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. ഈ മനോഹരമായ വിശുദ്ധ സഭാഗത്തെ പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസി, ഇവിടെ കുഞ്ഞുങ്ങൾ, ശ്രേഷ്ഠരായ ദൈവമക്കൾ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ വന്ദനം അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിട്ട് ഇരിപ്പ് കണ്ടപ്പം മരണ വീടാണോ എന്നൊരു സംശയം എനിക്ക്. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ച സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഇതുവരെ മുഖത്ത് നോക്കാതെ ചിലരുണ്ട്. ഫ്രീ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായിട്ട് വർഷിപ്പ് ചെയ്യുന്ന കോയർ ടീം, വായിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ മീഡിയ ഉപയോഗിക്കുന്നവർ, സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഈ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഇന്ന് പകൽ അറിയിക്കുന്നു. ആസ്വർപ്പിച്ചതുപോലെ എൻ്റെ പേര് ബൈജു ബാലകൃഷ്ണൻ എന്നാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഏകദേശം 12 സെക്ഷൻ ക്രൗഡ് TS മാത്യു എന്ന പാസ്റ്ററുടെ ചർച്ചിലായിരുന്നു. ഇവിടെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടന്നു. വളരെ അത്ഭുതങ്ങൾ കാണാൻ ദൈവം കൃപ നൽകി. നിങ്ങളുടെ ഇവിടെയും ചിലരെ ആളുകളെ ദൈവം സൗഖ്യമാക്കുന്നത് കാണാൻ കർത്താവ് സഹായിച്ചു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ പകൽ ഇരിക്കണം. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കും പറയും, പ്രസംഗം തുടങ്ങിയാൽ ആരും കണ്ണടച്ചിരിക്കരുത്. കണ്ണടച്ചിരുന്നാൽ അർത്ഥം ഉറങ്ങുകയാണെന്നാണ്. ആരും വായിച്ചുകൊണ്ടിരിക്കരുത്. വായിച്ചുകൊണ്ടിരുന്നാൽ അർത്ഥം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും കുനിഞ്ഞിരിക്കരുത്. കുനിഞ്ഞിരുന്നാൽ അർത്ഥം പാപികൾ നീതിമാമയുടെ സഭയിൽ നിവർന്ന് കുഴപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ചില വീടുകളിലൊക്കെ വരാൻ ദൈവകൃപ നൽകി, നല്ല ഫുഡൊക്കെ നൽകി നിങ്ങൾ സൽക്കരിച്ചു. നന്ദിയുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് മുകളിൽ കാണണം. എവിടെ? നെക്സ്റ്റ് ഫ്ലോറിലല്ല, കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മൾ കാണണം. നമ്മുടെ മെയിൻ ഫോക്കസ്, മെയിൻ കണ്ടന്റ് കർത്താവിൻ്റെ വരവാണ്. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങുക എന്നുള്ളതല്ല. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, പാസ്റ്റേ കർത്താവ് എന്നോട് കേരളത്തിൽ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ സ്റ്റേറ്റ് വിട്ടയക്കും. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂർ വെച്ച് ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ വിദേശത്തയക്കും. അങ്ങനെ ദുബായിലേക്ക് പോയി. ദുബായിൽ ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ തണുപ്പുള്ള രാജ്യത്തിലേക്കും. അങ്ങനെ UK വന്നു. UK വെച്ച് പറഞ്ഞു, ഞാൻ നിന്നെ അടുത്ത പ്രൊമോഷൻ വിടുന്നു. അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ നിന്നെ അതിൻ്റെ പ്രൊമോഷൻ. അങ്ങനെ അമേരിക്കയിൽ പോയി. അമേരിക്ക വെച്ച് പറഞ്ഞു, ഞാൻ നിന്നെ മണ്ണിനടിയിലോട്ട് അയക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ പ്രൊമോഷൻ ഈ 6 അടി മണ്ണ് കൊണ്ട് നീറി ഒടുങ്ങും. പക്ഷെ അതിനപ്പുറമുള്ള പ്രത്യാശയാണ് ക്രൈസ്തവ പ്രത്യാശ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഓൺലൈനിൽ കണ്ടു, ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് ജനം തുള്ളി നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്. ആ പട്ടണം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം TS പാസ്റ്ററുടെ ചർച്ചിൽ പാസ്റ്റർ വിളിച്ച് ചോദിക്കണം, നടന്ന അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത ഭയങ്കര അത്ഭുതങ്ങൾ പാസ്റ്റേ. ജനം ആരാധിക്കുന്നു. പക്ഷെ പലയിടത്തും ഇന്ന് കത്തോലിക്ക പോലെ CSI പോലെ ജനങ്ങൾ ചടങ്ങിന് വേണ്ടി കാണാൻ സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്നവർ കാണുമ്പം വിഷമം ചിലർ തോന്നാറുണ്ട്. അതുകൊണ്ട് ശരിക്കും നമ്മുടെ മൺകുട ഉടഞ്ഞെങ്കിലേ തീ കത്തു, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, 16-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയൊരു മനുഷ്യനാണ് ഞാൻ. 26 കൊല്ലമായി കൃപയാൽ ദൈവം എന്നെ നടത്തുന്നു. അതുകൊണ്ട് ആരാധിക്കാൻ മാത്രം നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്. ഇതൊക്കെ തന്നത് ദൈവമാണ്. കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി ഈ പകലിൽ ഈ സഭായോഗത്തിൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. എന്തൊക്കെ ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ഹാൾ ഉണ്ടെങ്കിലും, എത്ര നല്ല പാസ്റ്റർ ഉണ്ടെങ്കിലും, എത്ര നല്ല വിശ്വാസികളുണ്ടെങ്കിലും, എന്തൊക്കെ സംവിധാനമുണ്ടെങ്കിലും ദൈവസാന്നിധ്യമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല.
ദൈവ സാന്നിധ്യമില്ലാത്ത ആരാധന ഫെയിലിയറാണ്. ദൈവ സാന്നിധ്യമില്ലാത്ത പാട്ട് ഫെയിലിയറാണ്. ഇവിടെ നന്നായി ദൈവ സാന്നിധ്യത്തിൽ തന്നെ മക്കൾ പാടി ആരാധിക്കുന്നത് കണ്ടു. ഞാനും ആത്മാർത്ഥമായിട്ട് ആരാധിച്ചു. എത്ര പേർക്ക് ആരാധിക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുന്നവരെ ദൈവമെന്ന് മകളെ വെടിവെക്കും. ഉടബലക ശമ്പല റിമൽഖമല ഘടകസിയാന അർത്ഥരം ജഗാനബലമ ശൈഡബല ഘടകസിയാന. കർത്താവിന് മഹത്വം കരറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ തലയിൽ ഒരു കെട്ട് വിറക്. എന്താണ്? ഒരു കെട്ട് വിറക്. വിറകുമായിട്ട് മല കയറുകയാണ്. എന്തിന്? ആരാധനയ്ക്ക് വേണ്ടി. ആ വിറകിനെ നമുക്ക് ഭാരമെന്ന് വിളിക്കാം. ഭാരവും കൊണ്ട് ആരാധനയ്ക്ക് പോകുകയാണ്. ഭാരവും കൊണ്ട് ആരാധനയ്ക്ക് വന്നവൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ആ ഭാരം ഒരു പിടി ചാരമായി മാറി. വാട്ട് യു മീൻ ബൈ വർഷിപ്പ്? എന്താണ് ആരാധനയുടെ അർത്ഥം? കൊണ്ടുവരുന്ന ഭാരത്തെ ചാരമാക്കണം. ചാരമാകണമെങ്കിൽ ആരാധന ശരിയാകണം. ആരാധന ശരിയാകണമെങ്കിൽ ഞാൻ എന്ന സ്തോത്രം ചെയ്യുന്നു ആരാധന വസ്തു ദഹിക്കണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് സെക്ഷൻ തിരുവഴുത്തിന്റെ ഒരു ഭാഗം ഞാൻ തുടങ്ങി വെച്ചു. ദൈവ എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത് വാക്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ 3-4 മാസം കൊണ്ടാണ് നിങ്ങളുടെ ചർച്ചിൽ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ ഒരു ചിന്ത അല്പം ഫാസ്റ്റായിട്ട് പോകും. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് എടുക്കാം. സ്തോത്രം ചെയ്യുന്നു. എബ്രായർ 11:6 വിശ്വാസം കൂടാതെ കഴിയുന്നതല്ല, ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും. ഓക്കെ, 2 വിശ്വാസം നമുക്ക് വേണം. എന്താണ് വിശ്വാസം എന്ന് പറയേണ്ടതില്ലല്ലോ. ഒന്ന് ദൈവം ഉണ്ടെന്ന വിശ്വാസം. 2 ദൈവങ്ങളുണ്ട്. ഒന്ന് സത്യദൈവം, 1 യോഹന്നാൻ 5:20 സത്യദൈവം. രണ്ടാമത്തെ ദൈവം 2 കൊരിന്ത്യർ 4:4. ഞാൻ വാക്യം ഫാസ്റ്റായി പറഞ്ഞു പോകും. ഈ ബുദ്ധിയില്ലാത്തവർ എഴുതിയെടുക്കും. ബുദ്ധിയുള്ളവർ കൂടുതലും കമ്പ്യൂട്ടർ തലങ്ങൾ എഴുതിയെടുക്കില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിൽ നിർബന്ധമാണ് ഒരു ഡയറിയും ബൈബിളുമായിട്ട് വരണം. ഇത് വെറുതെ വന്നിരുന്ന് ഇങ്ങനെ കേട്ടിട്ട് പോയ സത്യം പറഞ്ഞാൽ നമ്മൾ ശാപം വിളിച്ചു വരുത്തേക്കുകയാണ്. കാരണം യാക്കോബ് 1:22 വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ഇപ്പൊ വെറുതെ വന്നിങ്ങനെ കേട്ടോണ്ട് പോയാൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? ചതിക്കുന്നു. അത് വരാതിരിക്കാൻ ഒരു ഡയറി കൂടെ കൊണ്ടുവരിക. പഠിതാക്കളാകുക, ആത്മീകരാകുക. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ സ്തോത്രം. ദൈവം 2 ദൈവമുണ്ട്. ഒന്ന് സത്യദൈവമായ നമ്മുടെ കർത്താവ്, മറ്റൊന്ന് ഈ ലോകത്തിന്റെ ദൈവം. നമ്മൾ ഈ ലോകക്കാരല്ല, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. രണ്ടാമത് വിശ്വസിക്കേണ്ടത് ഈ ദൈവത്തിന് അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി വിശ്വാസത്തിന്റെ ഒരു 6-7 സ്റ്റെപ്പുകൾ പഠിപ്പിക്കാനുണ്ട്. ഒന്ന്, ആമേൻ സ്തോത്രം, രക്ഷയുടെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ വിശ്വാസത്തിന് 3 വാക്യം ഞാൻ പറഞ്ഞു. ഓർമ്മ വന്നവർക്ക് ഓർമ്മ കാണും. ഒന്ന്, അപ്പോസ്തലപ്രവൃത്തി 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. 2, ആമേൻ റോമർ 10:9 സ്തോത്രം ചെയ്യുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. 3, മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പൊ രക്ഷിക്കപ്പെടാൻ 3 വാക്യങ്ങൾ. രക്ഷയ്ക്ക് 3 കാലങ്ങൾ, രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ. 1, നാം രക്ഷിക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 3, രക്ഷിക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാത്തവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പലരും സ്തോത്രം ദൈവദാസന്മാരെ ഞങ്ങൾ പറയുന്ന വാക്ക് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഉള്ളിനകത്തൊന്നല്ല ഏറ്റു പറഞ്ഞതെങ്കിൽ രക്ഷ ക്ലിയർ ആവുകയില്ല. കത്തോലിക്കയിലുള്ള ഒരുത്തൻ പെണ്ണ് കെട്ടാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി, ഹിന്ദുവായ ഒരുത്തൻ കത്തോലിക്കയിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു അവനൊന്നും അറിയത്തില്ല. 3 ഞായറാഴ്ച പള്ളി തല കാണിച്ചതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ നീ എന്ത് ചെയ്യണം? പറയണം. അങ്ങനെ അച്ഛൻ അവസാനം ഉഭയസമ്മതം ചൊല്ലിയതിന് ശേഷം അവന്റെ നെറ്റിക്ക് വരച്ചു കൊടുത്തു പിതാവിൻ്റെയും, അവൻ തിരിച്ച് അച്ഛന് വരച്ചു കൊടുത്തു പിതാവിൻ്റെയും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കളി. അപ്പം ദൈവദാസന്മാർ പറഞ്ഞത് കൊണ്ട് പുറമേ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ കാണും, അത് രക്ഷയായിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്. അപ്പൊ കർത്താവ് വേണം നമ്മളെ ചേർക്കാൻ. അതിന് രക്ഷ ശരിയാകണം.
ആ കാലൊക്കെ താഴ്ത്തിയിട്ടേ മോളെ, കാല് താഴ്ത്തിയിട്ടേ ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ദൈവസന്നിധി ഇരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് അധികാരിയുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കുവോ? ഇരിക്കത്തില്ല. നമ്മൾ വളരെ ഭയത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. മാക്സിമം നിങ്ങളുടെ ഷൂളൊക്കെ മാറ്റിയിരിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ നിൽക്കുന്ന സ്ഥലം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ ഇതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാ രാജ്യത്തും പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങ് പോകും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ. അപ്പൊ പറയും തണുപ്പൊന്നും ചാകത്തൊന്നുമില്ല. ദൈവസന്നിധി ഇരിക്കുകയാണ് നമ്മൾ. അവിടെ മാക്സിമം ദൈവങ്ങൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ഊരി അടുത്ത് വെച്ചോളൂ, ആരെങ്കിലും എടുക്കുമെങ്കിൽ. ഇല്ലെങ്കിൽ അവിടെ വഴിയിലിട്ട്, സത്യം പറയുന്നു, നിങ്ങളുടെ ഭയങ്കര ബ്ലെസ്സിങ് ആകും. ആ ദൈവസാരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ചെരുപ്പാണ്. സ്തോത്രം പറ. വിഷമുള്ളവർ സ്തോത്രം പറ. ഹല്ലേലൂയ. രണ്ടുപേരേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, നമുക്ക് വരാം, തിരിച്ചു വരാം. അപ്പൊ രണ്ടാമത്തെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് ലൈഫ്. റോമാലേഖനം 1-ാം അധ്യായം 17-ാമത് വാക്യം പറയുന്നത്, സ്തോത്രം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? ഹബക്കൂക്ക് 2:4 പറഞ്ഞിരിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാനെ കുറിച്ച് 92-ാം സങ്കീർത്തനം 12-ാം വാക്യം പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. എങ്ങനെ തഴയ്ക്കും? പന ഈ രാജ്യത്തില്ല. പന ഈ രാജ്യത്ത് വളരില്ല. പന വളരുന്നത് മരുഭൂമിക്കകത്താണ്. എൻ്റെ കൂടെ വരണം. പന വളരുന്നത് മരുഭൂമിക്കകത്താണ്. പനയോട് ചോദിക്കാം, ആരാ നിനക്ക് മരുഭൂമിയിൽ വെള്ളവും വളവും തരുന്നത്? പന പറയും, ഒരുത്തൻ്റെ സപ്പോർട്ടിലെങ്കിലും ഞാൻ വളരും. കാരണം ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ് ഞാൻ ഇവിടെ വളരുന്നത്. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നമ്മൾ തെങ്ങല്ല, പനയാണ്. നമ്മൾ പനയാണെങ്കിൽ മരുഭൂമിയിൽ നമ്മളെ വളർത്താൻ ഒരു ദൈവമുണ്ട്. സഹോദരപുത്രനായ ലോത്ത് നന്മയുടെ പുറകെ പോയപ്പം, സമ്പത്തിന്റെ പുറകെ പോയപ്പം, നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പം അബ്രഹാം തിരഞ്ഞെടുത്ത മരുഭൂമിയാണ്. മരുഭൂമി തിരഞ്ഞെടുത്ത 15-ാം അധ്യായം നമ്മൾ ചാടിക്കടന്ന് 18-ലേക്ക് വരുന്ന ഉൽപ്പത്തി പുസ്തകം. അവിടെ കാണുന്നത്, അതിന്റെ ശേഷം അബ്രഹാം മമ്രയുടെ തോപ്പിൽ കൂടാരവാതിരിക്കായിരുന്നു. മമ്രയുടെ തോപ്പ് ഒരു ഗാർഡൻ ആണ്, പൂന്തോട്ടമാണ്. ഞാൻ ചോദിച്ചു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, അബ്രഹാമിന് മമ്രയുടെ തോപ്പ് എവിടെ നിന്നുണ്ടായി? മരുഭൂമിയിൽ. അബ്രഹാം പറയും, എനിക്ക് കിട്ടിയ മരുഭൂമിയെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പം മരുഭൂമിക്കകത്ത് പന പോലെ ദൈവം എന്നെ വളർത്തി. അതാണ് മമ്രയുടെ തോപ്പ്. എന്താണ് മമ്രയുടെ തോപ്പിന് പ്രത്യേകത? വഴിയെ പോകുന്ന അനേകരുടെ വിശപ്പടക്കാൻ എൻ്റെ മമ്രയുടെ തോപ്പ് ദൈവം ഉപയോഗിച്ചു. ഞാൻ ആത്മാവിൽ പറയുന്നു, മരുഭൂമിക്കകത്ത് പന പോലെ വളർത്താൻ കഴിവുള്ള ഒരു ദൈവം. ഒരു ബ്രദറിന്റെ സാക്ഷ്യം കേട്ടല്ലോ, ആരും സഹായിപ്പാൻ ഇല്ലാതിരുന്നപ്പോഴല്ലേ നമ്മൾ ദേശത്ത് വന്നത്. ചിന്തിച്ചു നോക്ക്, ദൈവം വളർത്തിയില്ലേ? വന്ന വഴി മറക്കാതെ വാ തുറന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കാര്യം ഇന്ന് പകൽ വെളിപ്പെടുത്താൻ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പയുടെ അനുജൻ 26 കൊല്ലം വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നൊരു മനുഷ്യനാണ്. വിസ തന്നില്ല. സ്വന്തം ജ്യേഷ്ഠൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ സുവിശേഷ വേലയിൽ. സ്തോത്രം. വിസ തന്നില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പാസല്ലേ, അവന് കൃപാവര ശുശ്രൂഷ ഉള്ളതാണ്. ഒരു വിസ കൊടുക്കാമെന്ന് വിചാരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും ഞങ്ങളുടെ കുടുംബത്തിൽ വളർത്താനില്ലായിരുന്നു. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ആരും വളർത്തി. ഇവിടെ വരുന്ന പല പാസ്റ്റർമാർക്കും മക്കളും മരുമക്കളും ഇവിടെ ഉണ്ട്. പ്രസവം നോക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവത്തിന് ബന്ധുക്കളുണ്ട്, സഭയിലെ വിശ്വാസികൾ. എനിക്ക് UK ആരുമില്ല, അമേരിക്കയിലും ആരുമില്ല. അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ബൾഗേറിയയിലേക്ക് പോകാൻ പോവുകയാണ്. ഞങ്ങൾക്കൊന്നും ബന്ധങ്ങളുണ്ട് ായിട്ടല്ല, കൃപയാൽ മരുഭൂമിക്കകത്ത്. നിങ്ങളുടെ പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു, ഇന്ന് സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുമ്പം നിങ്ങൾ കാണുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാകും. പക്ഷെ പുറകിലോട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വീട്ടിൽ പോയി ചോദിക്കണം. ഒരുപാട് ദിനരാത്രങ്ങൾ കരഞ്ഞൊരു മനുഷ്യനാണ്. സ്തോത്രം. നിങ്ങൾക്കും അനുഭവമുള്ള ആളുകൾ ഇവിടെ കാണും. ഒന്ന് ഓർത്തിട്ട് പറയണം, ദൈവമേ, മരുഭൂമിക്കകത്ത് മമ്മരുടെ തോപ്പ് തന്ന ദൈവം, ഞാനിന്ന് പാർക്കുന്ന വീടൊരു അത്ഭുതമാണ്, ഞാൻ ഓടിക്കുന്ന വാഹനം അത്ഭുതമാണ്, എനിക്ക് തന്ന നന്മ അത്ഭുതമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവര്, ആ ദൂതച്ചെടുക്കുന്നവർ പറ, മരുഭൂമിക്കകത്ത് പന പോലെ വളർത്തുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ ഇവിടെ വന്നിട്ടുണ്ട്. മരുഭൂമിക്കകത്ത് വളർത്തുന്ന ഒരു ദൈവം. ഇനി പനയും തെങ്ങും ഒരേ വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളെ. തെങ്ങറിയാം, കോക്കനട്ട്. തെങ്ങിൽ കല്ലെറിഞ്ഞ് തേങ്ങ തള്ളിയിടാം, പനയിൽ കല്ലെറിഞ്ഞ് പനങ്ങ തള്ളിയിടാൻ പറ്റില്ല. ഫിറ്റിംഗ് സംവിധാനം സെപ്പറേഷൻ ആണ്. നമ്മൾ പണ്ട് തെങ്ങായിരുന്നു ഓർത്തഡോക്സിൽ വെച്ച്, യാക്കോബയിൽ വെച്ച്, കത്തോലിക്കയിൽ വെച്ച്, മാർത്തോമയിൽ വെച്ച്
തെങ്ങായിരുന്നു, കല്ലെറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല നന്മ നഷ്ടപ്പെടുത്തി. ഇന്ന് കല്ലെറിയുന്നു, കൊള്ളാത്തത് കൊണ്ടല്ല, കൊണ്ടിട്ട് തിരിച്ചു പോകുന്നതിന് കാരണം നമ്മൾ പനയായിട്ട് മാറി. അതൊക്കെ പറയാൻ ഒരുപാട് സമയം വേണം. നമ്പർ 3, ഫെയ്ത്ത് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ വിശ്വാസം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. പ്രാർത്ഥന 3 ടൈപ്പിലുണ്ട്. 1 പേഴ്സണൽ പ്രയർ, 2 ഫാമിലി പ്രയർ, 3 മാസ് പ്രയർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കൽ പ്രയർ. 1 വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ. 2 കുടുംബ പ്രാർത്ഥന. 3 സമൂഹ പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥന ഉള്ള ദൈവമക്കളെ കണ്ടാൽ അറിയാം മുഖത്തെ തേജസ്. പ്രൈസ് ദി ലോർഡ്. 2 ഫാമിലി പ്രയർ. എത്ര ബിസി, എത്ര ഡ്യൂട്ടി എങ്കിലും, ഏത് അർദ്ധരാത്രി ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കൾ ഒരുമിച്ചിരുന്ന് ഡെയിലി നിങ്ങളുടെ ഫാമിലി പ്രയർ ഉണ്ടാകണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവരുടെ കുടുംബ ബന്ധം തകർന്നുകൊണ്ടിരിക്കുക രാജ്യത്ത്. ഈ രാജ്യത്ത് സാമ്പത്തികം മാത്രം നോക്കി ഓടി അവസാനം പണ്ട് ഒരു രാജ്യത്തെ രാജാവ് പ്രഖ്യാപിച്ചു, നാം ഈ മന്ത്രിപദത്തിൽ എത്തിയിട്ട് ഇപ്പം വർഷം 3 ആയതുകൊണ്ട് നാം ഒരു പ്രഖ്യാപനം, രാജാവ് പറയുകയാണ്, നല്ല ഓടാൻ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ രംഗത്ത് വരിക. ഓട്ടക്കാർ രംഗത്ത് വന്നു. നിങ്ങൾ ഓടി വരുന്ന അത്രയും സ്ഥലം നിങ്ങൾക്ക് എഴുതരും. അതിൽ പ്രധാനപ്പെട്ട 3 പേരാണ് അവസാനം ജയിക്കാൻ വന്നത്. ഒരുത്തൻ ഓടി 1000 ഏക്കർ ഓടി അവൻ മേടിച്ചു. രണ്ടാമത്തവൻ 1500 ഏക്കർ ഉച്ച കഴിഞ്ഞപ്പോ ഓടിയെത്തി. മൂന്നാമത്തവനെ കാണാനില്ല. രാജാവ് നോക്കിയിരിക്കുന്നു, അവൻ അതുവഴി പോയോ? തിരിച്ചു വന്നാലേ പറ്റുള്ളൂ. ഇവന്റെ കൂടെ ഇങ്ങനെ ട്രോൺ സംവിധാനം ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടിയെന്നറിയാൻ. ഇവൻ ഓടി ആർത്തി വെപ്രാളം, കാശുണ്ടാക്കണം, ദ്രവ്യാഗ്രഹം. സ്വത്രം ഓടി വൈകുന്നേരം 4 മണിയായപ്പം രാജാവിന്റെ മുമ്പിൽ വന്ന് വീണു, അറ്റാക്ക് വന്ന് അവിടെ മരിച്ചു. ആർക്ക് വേണ്ടി ഓടിയത്? നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പറയും, താൻ ചത്ത് മീൻ പിടിക്കുന്ന ആർക്ക് വേണ്ടി? സ്വത്രം പറ. അതുകൊണ്ട് ദൈവം തന്ന നന്മകൾ നിലനിർത്താൻ കുടുംബ പ്രാർത്ഥന വേണം. ദൂതന്മാരെ പോലെ ആരെങ്കിലും അയച്ച് സ്വത്രം ചെയ്യുന്നു. ഈ ദൂത് കേൾപ്പിക്കുന്നതിന്റെ പുറകിൽ ഏതൊക്കെ വീടുകൾക്കകത്ത് മാനസാന്തരം വെളിപ്പെടാനുണ്ട്. എനിക്ക് നിങ്ങളെ ഭൗതിക പറഞ്ഞ് ഇളക്കാൻ അറിയില്ല. അതുകൊണ്ട് മാനസാന്തരത്തിന് ദൂത് കേൾക്കുക. പ്രാർത്ഥന ഇല്ലാത്ത വ്യക്തി തകരും. പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നില്ല. ഒരാത്മികന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. ഇതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളാണ്. ഒരാത്മികന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. അപ്പൊ 1 വ്യക്തിപരമായ പ്രാർത്ഥന, 2 കുടുംബ പ്രാർത്ഥന. ചെറു പറയുന്നു, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പോരാ, സമൂഹ പ്രാർത്ഥന വേണം. അവർ ഒരുമിച്ച് ദൈവാലയത്തിൽ കൂടി വന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്നിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ആരാധനയ്ക്ക് വില കൊടുത്ത സഹോദരൻ ജോലി ചോദിച്ചപ്പോൾ ദൈവം ജോലി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രാർത്ഥനയുടെ 3 മറുപടികൾ: 1 സഡൻലി ആൻസർ, 2 ഡിലേ ആൻസർ, 3 നോ ആൻസർ. 1 പെട്ടെന്നുള്ള മറുപടി, 2 വൈകി വരുന്ന മറുപടി, 3 നോ എന്നുള്ള മറുപടി. പെട്ടെന്നുള്ള, എൻ്റെ വൈഫിന്റെ ക്യാൻസർ മാറുന്നത് പെട്ടെന്നുള്ള മറുപടിയാണ്. ചില വിഷയത്തിന് വൈകി മറുപടി വന്നിട്ടുണ്ട്. ലാസർ സീരിയസ് എന്നും മരിച്ചെന്ന് യേശു അറിഞ്ഞു. യേശു അനങ്ങിയില്ല. വിഷയം മാറ്റം വച്ചപ്പോൾ കർത്താവ് വന്നു. വൈകി വരുന്ന മറുപടി. ലൂക്കോസ് 1:13, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഏത് പ്രാർത്ഥനയ്ക്ക്? നീ ഇപ്പൊ വയസ്സ് 80, പക്ഷെ കല്യാണം കഴിച്ച് 10-30 വർഷം നീ പ്രാർത്ഥിച്ചില്ലേ ഒരു കുഞ്ഞിന് വേണ്ടി? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ പ്രാർത്ഥിച്ച് മറന്നുപോയി, പക്ഷെ ദൈവം മറന്നിട്ടില്ല. നീ ഇപ്പോൾ മരിക്കാൻ കൊതിച്ചിരിക്കുന്നു, പക്ഷെ നീ മരിക്കും മുമ്പ് വാഗ്ദത്തം കയ്യിൽ തരാൻ. വൈകി വരുന്ന മറുപടി. മറിയ ഒരു വേശ്യാസ്ത്രീ എന്ന് സമൂഹം വിളിച്ചു. യേശുവിനെ തെരുവിലുണ്ടായ സന്തതി യഹൂദന്മാർ വിളിച്ചു. മത നേതാക്കന്മാർ വേശ്യയായി മറിയ മുദ്രകുത്തി. എൻഗേജ്മെന്റിനും കല്യാണത്തിനിടയിൽ ഒരു സ്ത്രീ കൺസീവ് ആയാൽ ഉണ്ടാകുന്ന അപമാനം അവൾ സഹിച്ചു. അവൾ പ്രാർത്ഥിച്ചു, പിതാവേ, ശ്രദ്ധിക്കണം, എനിക്ക് ഈ സത്യം വെളിപ്പെടുത്തി തരണം. സമൂഹം എന്നെ മോശക്കാരെന്ന് പറയുന്നു, പക്ഷെ ഈ കുഞ്ഞിന്റെ ഉത്തരവാദി ഞാനല്ല, അവിടെ നിന്നാണ്. 30 വർഷം പ്രാർത്ഥിച്ചു. 30ാമത്തെ വർഷം വൈകി മറുപടി വന്നു. യോർദാനിൽ യേശു നിൽക്കുമ്പോൾ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ വൈകി വരുന്ന മറുപടിക്ക് മഹത്വം ഭയങ്കരമായിരിക്കും. വിശ്വസിക്കുന്നവർ വാ തുറന്ന് കരമടിച്ച് ആ ദൈവശബ്ദം ഏറ്റെടുക്ക്. നിന്റെ മറുപടി താമസിക്കുന്നതിന് പുറകിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടാനുണ്ട്.
3 നോ എന്നുള്ള മറുപടി. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്കണം, ഇല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. കർത്താവ് മുഖം മറച്ചു. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിക്കുമ്പം മിണ്ടിയില്ല. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ചില വിഷയത്തിന് മറുപടി തരാത്തത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് കിട്ടിയാൽ നിന്റെ ആത്മീയ ജീവിതം തകരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പാസ്റ്റർക്ക് കൃപയില്ലാഞ്ഞിട്ടല്ല, സഭ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നിനക്ക് വഴി അടച്ചത് ആ വിഷയം നിനക്ക് ഓപ്പണായാൽ നീ തകരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആളുകൾ പിടിച്ചു വെച്ച് പാസ്റ്റേ പിടിച്ചു വെച്ച് എങ്ങനെ കേട്ടിട്ടില്ലേ? പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച വിഷയം ഊപ്പാട് വന്നിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. എന്തായിരുന്നു? ക്യാൻസർ. പരുവായിരുന്നു രോഗം. സീരിയസ് ആയി. മരിക്കോ ദൂത് പറഞ്ഞു. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. മര്യാദയ്ക്ക് ദൈവം അങ്ങ് എടുക്കുമായിരുന്നു. അടുത്ത 15 വർഷം ദുഷ്ടത്തനം ചെയ്തു. ദൈവാലയത്തിനകത്ത് വിഗ്രഹാരാധന കൊണ്ടുവന്നു. അവസാനം ബൈബിൾ ശരിയെങ്കിൽ പാതാളത്തിലേക്ക് പോയി. ഇനി കർത്താവിന്റെ വരവിന് ശേഷം നരകത്തിലേക്ക്. ഹിസ്കിയാ രാജാവ് പണ്ട് ചെയ്ത വിശുദ്ധിയുടെ കാര്യങ്ങൾ അനുസരിച്ച് നേരത്തെ എടുക്കാൻ നോക്കിയപ്പം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം പറ. അതാണ് പ്രാർത്ഥന, വിശ്വാസ പ്രാർത്ഥന. ഇനി സ്തോത്രം സ്തോത്രം സ്തോത്രം. നാലാമത്തെ വിശ്വാസം ഫെയ്ത്ത് ഓഫ് സ്റ്റാൻഡിങ്. റോമാലേഖനം 11-20 വാക്യം സ്തോത്രം ചെയ്യുന്നു. എവിടെ വായിക്കുന്നു? ഈ വിശ്വാസത്താൽ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുന്നു. കണ്ടോ? ഭയപ്പെടുക. അപ്പം നിലനിൽക്കാനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് വിശ്വാസത്താണ്. പ്രിയപ്പെട്ടവർ കേട്ടെ, നമ്മൾ കുളിച്ചു കയറുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചില രോമകൂമങ്ങളൊക്കെ താഴെ കിടക്കുന്ന കാണാം. കണ്ടിട്ടില്ലേ? വൈറ്റ് ടൈലിൽ. അതിൽ ഒരു മുടി നമ്മൾ അകത്ത് പോയാൽ മതി. ബാത്റൂമേ റൂമേ, ബാത്റൂമേ റൂമേ. അത് കറക്റ്റായിട്ട് പുറത്തു പോയില്ലെങ്കിൽ ഒരു 7 ദിവസത്തിനകം നമ്മൾ വെന്റിലേറ്ററിലാവും. ഈ ബോധ്യം നമ്മളെ ഭരിക്കണം. ഒരാമയും പറയുന്നില്ല. നിങ്ങൾ ഒമ്പൂ ചെറുതൊക്കെ നടക്കുന്നുണ്ടോ? കാലന്റെ അനിയ നടക്കും പോലെയാണ് ഇങ്ങനെ. ഒന്നുമില്ല. എന്തോ നിങ്ങൾ. ഞാൻ കേരള പോലീസിലെ സൈബർ വോളണ്ടറാ, പാസ്റ്റർ മാത്രമല്ല. ആൾ ഇന്ത്യ മനുഷ്യാവകാശ കമ്മീഷനിലെ ജസ്റ്റിസ് വിജിലൻസ് മെമ്പറാണ് ഞാൻ. ഗവൺമെന്റ് ഐഡിയുള്ള ഒരു മനുഷ്യനാണ്. കേരള സ്റ്റേറ്റിന്റെ മദ്യനിരോധന സമിതിയുടെ നെടുമങ്ങാട് താലൂക്ക് പ്രസിഡന്റാണ്. എനിക്ക് വേണമെങ്കിൽ നമ്പർ എൻ്റെ വണ്ടിയിൽ സ്വോത്രം നമ്പർ പ്ലേറ്റിൽ പേരെഴുതി എനിക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. സ്വോത്രം ചെയ്യുന്നു. നമുക്ക് എന്തോന്നിരിക്കുന്നു ഇവിടെ നിങ്ങളിക്കാൻ പ്രിയപ്പെട്ടവരെ. സ്വോത്രം പറ. അതെനിക്ക് ശമ്പളം 3 ലക്ഷമാണ് ഇന്ത്യൻ മണി. നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഒരു പനി വരാനില്ല 3 ലക്ഷം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദൈവം ആരോഗ്യം തന്നിട്ടല്ലേ മക്കളെ നമ്മൾ പഠിച്ചത്? ദൈവ കൃപ തന്നിട്ടല്ലേ നമ്മൾ എത്തിയത്? ഓർക്ക്. നല്ലൊരു സഭ തന്നില്ലേ? നല്ലൊരു പാസ തന്നില്ലേ? നന്ദി പറയണം. ഞെളിയരുത്. ഒരിക്കലും അഹങ്കാര ജീവിതത്തിൽ വരരുത്. താഴ്മയുള്ളവരെ ഞാൻ മനസ്സിലാക്കുകയാണ് നിങ്ങളെ. ഇവിടെ മോഹം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒന്ന് ചിരിച്ചാട്ടെ. താഴ്മയുള്ളവരായി ജീവിക്കണം. ഈ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിനയത്തോടെ ദൈവത്തെ. കുമ്പനാടൊക്കെ കിടന്ന് അടിക്കുന്ന കാണുന്നല്ലോ. അവർ പോട്ടെ, നമ്മൾ അവരെ ഒന്നും നോക്കരുത് കേട്ടോ. ചില പിള്ളേരൊക്കെ പാസ്റ്റർമാരങ്ങനെ അവർ കാണിക്കട്ടെന്ന്. നരകത്തിൽ പോ ആള് വേണ്ടേ? എല്ലാവരും കൂടെ സ്വർഗത്തിൽ പോയാൽ ആരും ഒന്നും മിണ്ടുന്നില്ല. നരകത്തിൽ ഈ നേതാക്കന്മാർ നരകത്തിൽ പോയെങ്കിലല്ലേ സാത്താന്യത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഞാനൊരു സ്ഥലത്ത്, എൻ്റെ ഉപദേശത്തിന് കട്ടിയാണ്, മന്ത്രവാദിയുടെ കൊച്ചുമോനായതുകൊണ്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ കുറേ പിള്ളേർ, ഈ കുഞ്ഞുങ്ങളുടെ യൂത്തിൻ്റെ ക്ലാസ്സിനൊക്കെ പിള്ളേർ സമർപ്പിക്കും കൂട്ടമായിട്ട്. സ്നാനത്തിനൊരുങ്ങിയ ഒരു പയ്യൻ പറഞ്ഞു, പാസ്റ്റങ്ങളെ അങ്കിൾ ഇങ്ങനെ ഒത്തിരി നിർബന്ധിക്കരുത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അങ്കിള് നരകത്തിൽ പോ ആള് വേണ്ടേ? പോട്ടെന്നേ. നമുക്ക് വിശുദ്ധി. നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരിപാടിയും കാണാൻ പോണ്ട. ഞാൻ ഒരു പൊളിറ്റിക്സിനും ഞങ്ങളുടെ IPC കാട്ടാക്കട സെന്ററിലെ 33 സഭയിൽ ഏറ്റവും നല്ല ചർച്ചാണ് കൃപയാ ഞങ്ങളുടെ കൂട്ടായ്മ. സ്വോത്രം. ഞാൻ ഒരു കമ്മിറ്റിയിലില്ല, പറഞ്ഞിട്ടാണ് കയറിയത്. ഒരു കമ്മിറ്റിയിൽ ഞാൻ വരില്ല. കാരണം എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ഞെളിയരുത്. സഹോദരിമാർ വീട്ടിനകത്ത് അഹങ്കാരം കാണിക്കരുത്. സഹോദരന്മാർ അഹങ്കാരം കാണിക്കരുത്. മക്കൾ അഹങ്കാരം കാണിക്കരുത്. വിശ്വാസികൾ സഭയിൽ അഹങ്കാരം കാണിക്കരുത്. പല സഭയ്ക്കകത്തും പാസ്റ്ററെ ഇന്ന് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു ചർച്ചിൽ അസംബ്ലീസോണിന്റെ ചർച്ചിൽ ആരാധന കഴിഞ്ഞ് കമ്മിറ്റി കൂടി അടിയായി. പാസ്റ്റർ ഭാര്യ ബോധം കെട്ട് വീണു. ഇന്ന് ആ കുടുംബങ്ങൾ ശാപം പിടിച്ച് കിടക്കുകയാണ്. തിരുവനന്തപുരത്ത്, ഞാൻ പേര് പറയുന്നില്ല, ടൗണിനകത്തൊരു AG ചർച്ചിൽ കർത്തൃമേശയ്ക്ക് അപ്പവും വീഞ്ഞും പ്രാർത്ഥിച്ചു വെച്ചപ്പോൾ ഒരുത്തൻ ചാടി എഴുന്നേറ്റു വഴക്കുണ്ടാക്കി. ഇവിടെ പിണക്കം മറ്റത് കൊടുക്കാൻ പറ്റില്ല. ഉടക്കായി, അടിയായി.
അങ്ങനെ പള്ളിയുടെ മുറ്റത്ത് ഒരു മൺവെട്ടി കൊണ്ട് കുഴിയെടുത്ത് അപ്പവും വീഞ്ഞും കുഴിച്ചിട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ എവിടെ പോകും? കൊണ്ടുവയ്ക്കും പാപം. നിങ്ങൾ അറിയണം, മറ്റൊരു ആത്മീയ ഗോളത്തിനകത്ത് മറ്റൊരു പൈശാചിക സഭ സാത്താൻ വളർത്തുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആയി പോകരുത്. എന്നും പ്രാർത്ഥിക്കണം. ദൈവം ഇന്നും രാവിലെ ഞാൻ വെളുപ്പിന് സ്തോത്രം ചെയ്യുന്നു, 4 മണിക്ക് ഞാൻ ഞെട്ടി ഉണർന്നു. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നിഗളിക്കാൻ അനുവദിക്കരുത്. അങ്ങ് എത്ര ഉയർത്തിയാലും നിഗളിക്കാൻ അനുവദിക്കല്ലേ. ഇന്ന് സ്തോത്രം നമുക്ക് തന്ന പല പദവികളും പൂജ്യത്തിൽ നിന്ന് ദൈവം തന്ന നന്മയെന്ന് ഓർമ്മ വേണം. ഫെയ്ത്ത് ഓഫ് 5ാമത്തെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് എക്സാമിനേഷൻ. 1 പത്രോസ് 1:7 വായിക്കുന്നത്, അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. 3 ടൈപ്പിലാണ് പരിശോധന. 1 ദൈവത്താലുള്ള പരീക്ഷ, 2 മനുഷ്യനാലുള്ള പരീക്ഷ, 3 പിശാചിനാലുള്ള പരീക്ഷ. വിവരിക്കാൻ സമയം പോരാ. ഏതാണെങ്കിലും പരീക്ഷയിലൂടെ കടന്നുപോയേ പറ്റൂ. നീണ്ട 4.5 വർഷങ്ങൾ വെള്ളനാടെന്ന് പറയുന്ന സ്ഥലത്തെ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കണം. വെള്ളനാട്, വെള്ളറട അല്ല, വെള്ളറട ഇഷ്ടംപോലെ ചർച്ചകളുള്ള സ്ഥലമാണ്. വെള്ളനാട് ആദ്യം നിങ്ങൾ കാണുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ചിത്രമായിരിക്കും. ഹൈന്ദവ ദേശമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന 1 കിലോമീറ്റർ ചുറ്റളവിൽ 14 ക്ഷേത്രങ്ങളാണ്. കാവുകളൊക്കെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന് വെള്ളനാട് ആദ്യം കാണുന്ന ഒരു ക്ഷേത്രത്തിന്റെ പിക്ചറാണ്. ക്ഷേത്രങ്ങൾ RSSകാരുടെയും BJPയുടെ ഏരിയ ആണ്. ഞാൻ പട്ടിണി കിടന്നാണ് ദേശത്ത് വേല ചെയ്തത്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനുള്ള തേയില വെള്ളമില്ല, കട്ടൻ ചായ. സുലൈമാനിക്കൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചു പോണം. സത്യം പറയുകയാണ്, കർത്താവ് ഞാൻ നാളെ പോകുന്ന വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്കുള്ള തേയില വെള്ളം തരണേ എന്ന് പ്രാർത്ഥിച്ച് ട്രാക്റ്റുമായിട്ട് ഇറങ്ങി. ഒറ്റയ്ക്ക് ബൈബിളും ട്രാക്റ്റും കൊണ്ട് ഇറങ്ങിയൊരു ദേശമാണ്. പക്ഷെ ദൈവം ഇന്ന് ആ ദേശത്ത് നിങ്ങളെ വളർത്തി. പരീക്ഷയുടെ കാലഘട്ടം ഒരുപാട്. വൈഫിന്റെ ക്യാൻസർ രോഗം, RSS BJP കേസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ് സഭയ്ക്ക് പ്രശ്നമുണ്ടായ സഭയാണ് വെള്ളനാട് സഭ. ഹൈക്കോടതി കേസായി. ഞങ്ങളുടെ ചർച്ച് പൊളിച്ചു മാറ്റി. ലോകം മുഴുവൻ വാർത്തയെ. കഴിഞ്ഞ വർഷം സുണ്ടലിൽ വന്നപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു, പാസ് ഞാൻ TV കണ്ടു, റോഡിൽ ആരാധിക്കുന്നു, ഞങ്ങൾ പരസ്യകോലമായി. പക്ഷെ ആ പരീക്ഷകൾ കഴിഞ്ഞു. എന്തിനാ പരീക്ഷ? യാക്കോബ് 1:12 കൊള്ളാകുന്നവനായി തെളിയാനാണ് പരീക്ഷ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 6ാമത്തെ വിശ്വാസം, ഫെയ്ത്ത് ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ വിശ്വാസം. മർക്കോസ് 16:16 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പോൾ സ്തോത്രം, അത്ഭുതങ്ങൾ ഇന്നും നിന്നു പോയിട്ടില്ല. കൃപയാൽ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, ഡൽഹിയിൽ ഒരു ഡൽഹി പോലീസ് അദ്ദേഹത്തിന്റെ മോള് സ്തോത്രം ചെയ്യുന്നു, ആശ സിസ്റ്ററുടെ മോൻ ഐസക്ക്, അവന്റെ അപ്പൻ ബിജു പാസ്റ്ററാണ്. യോഗി ആദിത്യനാഥ് UPയിൽ മുഖ്യമന്ത്രി ആയപ്പോൾ കൂട്ടമായി കുഞ്ഞുങ്ങൾ മരിച്ച ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. 15 വർഷത്തിന് മുൻപ്. അതിൽ ബിജു പാസ്റ്ററുടെ മോൻ മരണപ്പെട്ടു. അവന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സാറേ ഇന്നൊരു രാത്രി കൂടെ കിടക്കട്ടെ. അന്ന് രാത്രിയിലാണ് ഞാൻ കേരളത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ചർച്ചിലേക്ക് UPയിൽ ഞാൻ ഇറങ്ങുന്നത്. കൃപയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന കാണാൻ ദൈവം ഇടയാക്കി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നും അത്ഭുതങ്ങൾ ചെയ്തൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ഈ ബൈബിൾ പറയുന്ന അടയാളങ്ങൾ അന്നും ഇന്നും സംഭവിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. നമുക്കെല്ലാം ചടങ്ങായി മാറി. ഇതൊക്കെ ഒരുമാതിരി സ്തോത്രം ചെയ്യുന്നു നാമധേയം പോലെ ആയി മാറി. വിശ്വാസത്തിന് ആഴങ്ങൾ ഇറങ്ങി നോക്ക്. ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു സംഭവം പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ IPC പാസ്റ്റർ, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം UPയിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നു ഒരു 9 ദിവസത്തെ കോൺഫറൻസിന് വേണ്ടി പോവുകയാണ്. അവിടെ ഒരു ബോർഡ് കണ്ട്, ടുഡേ 500, ടുമോറോ 5 lakhs. ഇന്ന് 500 രൂപ കൊടുത്താൽ നാളെ 5 ലക്ഷം ലാഭിക്കാം. താൻ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി കൊടുക്കാം 500 എന്ന് വിചാരിച്ചു. ചിട്ടിക്കമ്പനി എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ വായിക്കുന്നു, ഗർഭചിത്രം ചെയ്യപ്പെടും. പോലീസിന്റെ അറിവോടെ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കുട്ടി പെണ്ണാണെങ്കിൽ വേണ്ടെങ്കിൽ ഗർഭചിത്രത്തിന് 500 രൂപയെ ചാർജ് ഉള്ളൂ. നാളത്തെ കൊച്ചിന്റെ കല്യാണത്തിന് 5 ലക്ഷം ലാഭം. ഇതാണ് അർത്ഥം. പാവം കർത്തൃദാസൻ ഭയത്തോടെ വണ്ടിക്കകത്തോട്ട് കയറി ടാറ്റോസുമയ്ക്ക് കയറിയിട്ട് കൈ നീക്കി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കെട്ടണം ഇടിഞ്ഞു വീഴട്ടെ. ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ തിരിച്ചുപോയി. 9 ദിവസത്തെ കോൺഫറൻസ് കഴിഞ്ഞ്
തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ബിൽഡിംഗ് ഇടിഞ്ഞു കിടക്കുന്നു. മഴയില്ല, കാറ്റില്ല. ഇതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഇന്ന് പകൽ വാ തുറന്ന് കൈവച്ച് കൽപ്പിക്ക്, എൻ്റെ വൈഫിനെ ക്യാൻസർ മാറിയതുപോലെ ഡോക്ടേഴ്സിനെ കത്തി തൊടാതെ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. വാ തുറന്ന് കൽപ്പിക്ക്, ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ദൈവമുണ്ട്. ഞാൻ ഇരമയ 32:27 ഞാൻ സകല ഇടത്തൊരു ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ആമേൻ, ഫെയ്ത്ത് ഓഫ്, ആമേൻ, ഗ്ലോറി. യോഹന്നാൻ 11:30. സ്തോത്രം ചെയ്യുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താണ് വാട്ട് യു മീൻ ബൈ ഗ്ലോറി ഓഫ് ഗോഡ്? എന്താണ് ഈ ദൈവത്തിന്റെ മഹത്വം എന്ന വാക്കിന്റെ അർത്ഥം? ബൈബിളിൽ ഏറ്റവും കൂടുതൽ മഹത്വം എന്ന വാക്ക് കാണുന്നത് സ്തോത്രം 24-ാം സങ്കീർത്തനത്തിലാണ്. യേശു കർത്താവ് വിശുദ്ധന്മാരെ കൊണ്ടുപോയി. യേശു ഉടനെ വരും കേട്ടോ. സന്തോഷമാണല്ലേ? ചിലരൊക്കെ യാത്രയ്ക്ക് ചില സഹോദരന്മാര് പാസ്റ്റേ എൻ്റെ ഭാര്യ പോട്ടെ എന്നും പറഞ്ഞ് അവർ അഭിഷേകം പ്രാപിക്കേണ്ട പാസ്റ്റേ, അവർ പോട്ടെ പാസ്റ്റേ, ഇനി കുറച്ചു കാലം കൂടെ UK വാക്തത്വം പ്രാപിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇരുന്നോ? സ്തോത്രം. അഭിഷേകമുള്ള ഭാര്യ എടുക്കപ്പെടും. നീ ഇവിടെ കിടന്ന് ആപ്പീസ് പൂട്ടും. സ്തോത്രം ചെയ്യുന്നു. ഇനി അഭിഷേകമുള്ള ഭർത്താക്കന്മാര് പോകും. നിങ്ങൾ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഊപ്പാട് വരും. ഹല്ലേലൂയ. ഇനി യേശുവിന്റെ വരവിൽ പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ കാണണം. 1 മണിക്കൂർ 48 മിനിറ്റ് ലാസ്റ്റ് അവർ എന്ന് പറയുന്ന ഒരു ഫിലിം കാണണം. എല്ലാവരും പറയും ഫിലിം കാണല്ലേ എന്ന്. ഞാൻ പറയുന്നു ആ ഫിലിം കാണണം. കുവൈറ്റിലൊരു ചർച്ച് ഓഫ് ഗോഡോ ദൈവസഭ ഇറക്കിയത് പിള്ളേർ മുഖത്ത് ഫിലിം എന്ന് കേട്ടപ്പോൾ ഒരു താമര വിരിയുന്നു. സ്തോത്രം ചെയ്യുന്നു. അത് ലാസ്റ്റ് അവർ, അവസാന മണിക്കൂർ, മലയാള ഫിലിം. യേശുവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കണ്ടിട്ടേ ഉറങ്ങാവുന്ന രാത്രിയിൽ. ദൈവത്തിന്റെ സ്തോത്രം. കേൾക്കുക. സ്തോത്രം. അപ്പോൾ ആമേൻ, കർത്താവ് പോയിട്ട് വിശുദ്ധന്മാരെയും കൊണ്ട് ഈ ഭൂമിയിലേക്ക് വരും. എന്തിന്? 1000 ആണ്ട് സഹസ്രാബ്ദം. എന്തിന് 1000 ആണ്ട് വാഴ്ച? തിന്നരുതെന്ന്. ഇതൊരു ഭയങ്കര രസമാണ്. തിന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. മരിച്ചോ? മരിച്ചില്ല. ഇല്ല, ശരീരത്തിന് മരിച്ചു. കാരണം ദൈവത്തിന് 1000 വർഷമാണ് ഒരു ദിവസം. സങ്കീർത്തനം 90:2, 2 പത്രോസ് 3:8. ആമേൻ. ഒരു ദിവസം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ദിവസം ഭൂമിയിൽ ജീവിച്ച ആരുമില്ല. ആ ഒരു ദിവസം ഭൂമിയിൽ ജീവിക്കാനാണ് 1000 ആണ്ട് വാഴ്ച. മനസ്സിലാവുന്നുണ്ടോ? പുക പോലെ അവിടെ നിൽക്കട്ടെ. അതിനുവേണ്ടി യേശു വരുന്നത് ജെറുസലേം ഗേറ്റിന് മുമ്പിലാണ്. ജെറുസലേം ഗേറ്റ് യേശു ക്രൂശ് വഹിച്ചുകൊണ്ട് അതുവഴി പോയിട്ട് അടച്ചു, ഇതുവരെ തുറന്നിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ മറുഭാഗത്ത് കിരൂബുകളുണ്ട്. കർത്താവ് ദൂതന്മാരുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കും. സ്തോത്രം ചെയ്യുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ അപ്പുറത്ത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, മഹത്വത്തിന്റെ രാജാവ് ആര്? അപ്പോൾ മറുപടി പറയും, യേശുവിന്റെ യഥാർത്ഥ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു, അവന്റെ നാമം ഇത് പറയുന്നതും ഡോറപ്പണാകും. ഇനി എന്താണ് മഹത്വം എന്ന് ചോദിച്ചാൽ മറുപടി, പണ്ട് യേശു മുൾക്കിരീടം ധരിച്ച് തുപ്പലൊലിപ്പിച്ചവനായി ചാട്ടവർ അടിയേറ്റവനായി ആ ഗേറ്റ് വഴി വന്നെങ്കിൽ ഇനി വരുന്നത് രാജകിരീടധാരിയായിട്ടാണ്. എന്താണ് മഹത്വം? ഏത് സ്ഥലത്ത് നിന്നിച്ചോ അവിടെ നമ്മുടെ തല ഉയർത്തുന്നതാണ് മഹത്വം. ഒരു മഹത്വം വെളി. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകല്ലേ. അടുത്ത ഞായറാഴ്ച കൃത്യസമയത്ത് എല്ലാവരും വരാൻ ഇടയാക്കണമേ. ഈ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന സമയം ഓടിയെത്താൻ ഇടയാക്കണമേ. കേട്ടത് ന്യായവിധിയെ കാരണമാകരുതേ. നിങ്ങളുടെ ദാസനെ, കുടുംബത്തെ, ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. കരവിശബ്ദം ഉയർത്തി ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും കുടുംബത്തിനും സഭയ്ക്ക് നന്ദി പറയുന്നു. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം പെട്ടെന്ന് കർത്താവിന്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസൻ കടന്നു നമ്മുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ സെഷനിലും കർത്താവിന്റെ സാന്നിധ്യം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട കഴിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. ഇന്ന് കാലം ദൈവം സൂക്ഷിച്ച് കർത്താവിന്റെ ദാസനോട് നമ്മുടെ സഭയിൽ കടന്നു സൂക്ഷിപ്പാൻ കർത്താവ് കാണിച്ച സന്മനസ്സിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസന് പ്രത്യേകം നന്ദി പറയുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കാലം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതുവാൻ കർത്താവ് നമ്മെ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ദൈവത്തിന്റെ കരങ്ങൾ ഒന്നുകൂടെ സ്ഥാനത്ത് സമയം കർത്താവെ, ഈ ആയുസ്സിൽ ഹല്ലേലൂയ ആയുസ്സും ആരോഗ്യം കർത്താവ് എനിക്ക് തന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ പട്ടണത്തിൽ കർത്താവ് നിർത്തിയതിനായി സ്തോത്രം ചെയ്യാം. ആരും സഹായമില്ലാതെ ഇരുന്നപ്പോൾ കർത്താവ് സഹായമായി കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ അനിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. അനിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്, ദൈവദാസനിൽ കൂടി കർത്താവെ ഞങ്ങൾ നിത്യത്തെ കുറിച്ച് കർത്താവെ ബോധ്യം വരുത്തുന്ന ആത്മാവിന്റെ സത്താവെ വലിയ സന്ദേശം കേൾക്കുവാൻ ദൈവം സഹായിച്ചനായി സ്തുതിക്കുന്ന കർത്താവെ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന രോഗസൗഖ്യത്തിനായി സ്തോത്രം കർത്താവെ, നീ എന്ന വിടുതലിനായി സ്തുതിക്കുന്നു കർത്താവെ, നിന്റെ അത്ഭുത പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കല്ല കർത്താവെ. എല്ലാവരും നിത്യതയിൽ കാണുവാൻ ഓടുവാൻ കർത്താവെ അവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ വലിയ താമസമെങ്കിൽ കർത്താവെ അടുത്ത ആഴ്ച സന്തോഷത്തോടെ സമാധാനത്തോടെ വിടുതലോടെ കടന്നു വരുവാൻ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നീ ഇവിടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാവനും മഹത്വം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവദർശനവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും കരുണയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും രാജ്യ എല്ലാ വിഷയങ്ങളും പോണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു വേഗം വരണമേ. ഒരാഴ്ച കർത്താവിന് ദാസനോടുള്ള നന്ദി പറയുന്നു. ഒരു 10 മിനിറ്റ് അത്യാവശ്യമായി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കണം, ഒരു 10 മിനിറ്റ് ദൈവദാസൻ പ്രത്യേകമായി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ്, ഒരു 10 മിനിറ്റ് കർത്താവിന്റെ ദാസന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യണം. അതുകൊണ്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് പറഞ്ഞല്ലോ, ചർച്ചിന്റെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനയുടെ വിവരം അപ്ഡേറ്റ് ചെയ്യും. അഡ്രസ് ഉണ്ടായിരിക്കും.